നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ വലിയൊരു ആരാധക വൃന്ദമുള്ള താരമാണ് ഹൻസിക കൃഷ്ണ. തന്റെ വ്ലോഗുകളിലൂടെയും ഫോട്ടോകളിലൂടെയും ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഹൻസികയ്ക്ക് സാധിക്കാറുണ്ട്. എന്നാൽ ഈ പ്രശസ്തിക്കിടയിൽ അടുത്തിടെ ഹൻസിക വലിയൊരു സൈബർ വിവാദങ്ങളിലൂടെ കടന്നുപോയിരുന്നു. ഹൻസികയുടെ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ വഴി പങ്കുവച്ച ഒരു ബോൾഡ് വീഡിയോയാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. പണത്തിനും പബ്ലിസിറ്റിക്കും വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ് ഇതെന്നും ഇതിനായി സബ്സ്ക്രിപ്ഷൻ നിരക്ക് വർദ്ധിപ്പിച്ചെന്നും മറ്റും ഉള്ള ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഹൻസിക കൃഷ്ണൻ താൻ ഒരു സകലകലാ വല്ലഭയാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ബിരുദം ഉയർന്ന മാർക്കോടെ പാസ്സായിരിക്കുകയാണ് താരപുത്രി. ബിരുദദാന ചടങ്ങിന്റെ ചിത്രങ്ങൾക്കൊപ്പം 3 വർഷത്തെ കോളേജ് ജീവിതത്തെക്കുറിച്ചും ഹൻസിക വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ 3 വർഷത്തിനിടയിൽ താൻ പഠിച്ചു എന്ന് ഹൻസിക തുറന്നു പറയുന്നുണ്ട്. കുടുംബാംഗങ്ങളെല്ലാം ഹൻസികയുടെ ബിരുദദാന ചടങ്ങിന് സാക്ഷിയാകാൻ എത്തിയിരുന്നു. മികച്ച വിജയം കൈവരിച്ചുകൊണ്ട് തന്റെ കോളേജ് ജീവിതത്തോട് ഔദ്യോഗികമായി തിരശ്ശീല വീണ വിവരം ഹൻസിക തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത്. നടി അഹാന കൃഷ്ണയുടെ ഇളയ സഹോദരി കൂടിയായ ഹൻസിക തന്റെ ക്യാമ്പസ് കാലത്തെ അനുഭവങ്ങളും പ്രതിസന്ധികളും തുറന്നു പറഞ്ഞുകൊണ്ട് പങ്കുവച്ച ഹൃദ്യമായ കുറിപ്പ് ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞു. കോളേജിലെ ഡാൻസ് സ്ക്വീൻ ഔദ്യോഗികമായി ഒരു ബിരുദം നേടി. അങ്ങനെ എന്റെ കോളേജ് ജീവിതം മനോഹരമായ സമാപനമായി. 2026 ജൂൺ 9 മികച്ചൊരു എ ഗ്രേഡോടെ താൻ ബാച്ചിലേഴ്സ് ബിരുദം നെഞ്ചോട് ചേർത്തുവെന്ന് ഹൻസിക കുറിക്കുന്നുണ്ട്. പഠനം അഭിനയവും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞതിന്റെ ആത്മാഭിമാനത്തിലാണ് ഹൻസിക. എന്റെ കോളേജ് ജീവിതം പൂർണ്ണതയുള്ളതായിരുന്നു എന്ന് പറയാനാകില്ല. എന്നാൽ അത് എന്നെ വളരെയധികം വളർത്തിയ ഒരു യാത്രയായിരുന്നുവെന്ന് താൻ ആത്മവിശ്വാസത്തോടെ പറയും. ഓരോ സെമസ്റ്റർ കൂടുന്തോറും എന്റെ മാർക്കുകളും മെച്ചപ്പെട്ടു വന്നു. അനവധി പാഠങ്ങൾ പഠിച്ചു. ചില യഥാർത്ഥ സൗഹൃദങ്ങൾ നേടി. ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കാനുള്ള നിരവധി നിമിഷങ്ങളും സൃഷ്ടിച്ചു. ചില സൗഹൃദങ്ങൾ വഞ്ചനയിൽ അവസാനിക്കുകയും പിന്നീട് ക്ഷമാപണത്തോടും പശ്ചാത്താപത്തോടും കൂടി തിരികെ വരികയും ചെയ്തു. എന്നാൽ എല്ലാ വാതിലുകളും വീണ്ടും തുറക്കേണ്ടതില്ലെന്ന് ഞാൻ പഠിച്ചു. എന്റെ യഥാർത്ഥ സ്വഭാവം നിലനിർത്തുകയും മനസ്സമാധാനം തിരഞ്ഞെടുക്കുകയും ചെയ്തതാണ് എന്നെ കൂടുതൽ മികച്ച ഒരാളാക്കി മാറ്റിയതെന്ന് ഹൻസിക പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും അഭിമാനമുള്ള കാര്യങ്ങളിലൊന്ന് എല്ലാം ഒരുമിച്ച് ബാലൻസ് ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ തന്നെ തെളിയിച്ചു എന്നതാണ്. ഷൂട്ടിങ്ങും കണ്ടന്റ് ക്രിയേഷനും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യലും എല്ലാം ചെയ്യുന്നതിനിടയിലും പഠനത്തിൽ ഞാൻ പരമാവധി പ്രാധാന്യം നൽകിയിരുന്നു. എയർപോർട്ടുകളിലും വിമാനങ്ങളിലും ട്രെയിനുകളിലും ക്യാരവാനുകളിലും പുസ്തകം തുറക്കാൻ ഒരു നിമിഷം കിട്ടുന്നിടത്തെല്ലാം ഞാൻ പഠിച്ചു. ജീവിതത്തിലെ ഏറ്റവും തിരക്കേറിയ ഘട്ടങ്ങളിലൊന്നായ എന്റെ അവസാന സെമസ്റ്ററിൽ ഇരുന്ന് ഞാൻ ഏറ്റവും ഉയർന്ന മാർക്കുകൾ നേടി. ഓരോ വിഷയത്തിലും എ ഗ്രേഡും പ്രോജക്റ്റിൽ A+ ഗ്രേഡും നേടി. യൂട്യൂബിലെ എന്റെ സ്റ്റഡി വ്ലോഗുകളിലൂടെ നിരവധി വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നും താരം കുറിക്കുന്നുണ്ട്. എന്റെ അധ്യാപകരിൽ പലരുടെയും കാഴ്ചപ്പാടിൽ മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളായി അറിയപ്പെട്ടത് എനിക്ക് വലിയ ഭാഗ്യമായി തോന്നിയെന്നും ഹൻസിക പറയുന്നുണ്ട്. അത് പ്രത്യേക പരിഗണന കൊണ്ടല്ല, മറിച്ച് ഞാൻ എല്ലായ്പ്പോഴും കാണിക്കാൻ ശ്രമിക്കുന്ന ബഹുമാനവും വിനയവും ആത്മാർത്ഥതയും കൊണ്ടാണെന്നും അധ്യാപകരുടെ സ്നേഹവും അംഗീകാരവും ലഭിച്ചതും മറ്റുള്ളവർക്ക് ഒരു നല്ല മാതൃകയായി കണക്കാക്കപ്പെട്ടതും ഞാൻ എന്നും നന്ദിയോടെ ഓർക്കും. ഒരു പ്രശസ്ത കുടുംബത്തിൽ നിന്നാണ് വരുന്നത് എന്നതുകൊണ്ട് ജീവിതം എപ്പോഴും എളുപ്പമായിരിക്കണം എന്നില്ല. ചിലപ്പോൾ അതിനൊപ്പം അനാവശ്യമായ മുൻവിധികളും തെറ്റിദ്ധാരണകളും ഒറ്റപ്പെടുത്തലുകളും നിശബ്ദമായ അവഗണനകളും ഉണ്ടാകാം. കോളേജ് ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്തെന്നാൽ ആളുകൾ അറിയപ്പെടുന്നവരായിരിക്കുന്നത് പ്രത്യേക പരിഗണന ലഭിക്കണം എന്ന് ഉറപ്പില്ല. ചിലപ്പോൾ അതിന്റെ വിപരീതവും ഉണ്ടാകാം. എന്റെ ശ്രമങ്ങളും സ്വഭാവവും യാത്രയും അടുത്തറിഞ്ഞവർ സ്വകാര്യമായി നൽകിയ അംഗീകാരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സത്യത്തിൽ അത് പൊതുവേദിയിലെ ഏത് പ്രശംസയെക്കാളും എനിക്ക് വിലപ്പെട്ടതായിരുന്നു. കോളേജിലേക്ക് ആദ്യമായി കടന്നു വന്ന ആ 17-കാരി പെൺകുട്ടിക്ക് താൻ വിശ്വസിച്ച ചിലരാൽ പരീക്ഷിക്കപ്പെടുകയും ഉപയോഗിക്കപ്പെടുകയും നിരാശയാകപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു. എന്നാൽ കോളേജിൽ നിന്ന് പുറത്തേക്ക് കടന്നപ്പോൾ താൻ ഇത്ര ശക്തിയായും ബുദ്ധിമതിയായും ആത്മവിശ്വാസമുള്ളവളുമായി മാറുമെന്ന് അവൾക്കും അറിയില്ലായിരുന്നുവെന്നും ഹൻസിക കുറിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ പ്രത്യേക ദിനത്തിൽ എന്റെ കുടുംബം, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും എനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നതിൽ ഞാൻ അതിയായ നന്ദിയുള്ളവളാണെന്നും ഹൻസിക കുറിക്കുന്നുണ്ട്.
ഇവരുടെ സ്നേഹവും പിന്തുണയും എനിക്ക് എല്ലാമാണ്. വളർച്ചയ്ക്കും ഓർമ്മകൾക്കും ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾക്കും പുതിയ തുടക്കങ്ങൾക്കും ഇനി വരാനിരിക്കുന്ന എല്ലാ മനോഹരമായ നിമിഷങ്ങൾക്കും വേണ്ടി പുതിയ അധ്യായത്തിലേക്ക് എന്നുമായിരുന്നു ഹൻസിക കുറിച്ചത്. അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായ വിവാദങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് ഹൻസിക ഇൻസ്റ്റഗ്രാമിൽ നീണ്ട ഒരു കുറിപ്പും നേരത്തെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഒരു നിമിഷത്തെ വിവേകശൂന്യത മാത്രമായിരുന്നുവെന്നും ഇതൊരു തെറ്റായ തീരുമാനമായിരുന്നുവെന്നും താരം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. വീഡിയോ പോസ്റ്റ് ചെയ്ത 5 മിനിറ്റിനുള്ളിൽ തന്നെ താൻ അത് ഡിലീറ്റ് ചെയ്തിരുന്നുവെന്നും എന്നാൽ അതിനു മുൻപേ തന്നെ ചിലർ അത് സ്ക്രീൻ റെക്കോർഡുകൾ ചെയ്ത് മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിക്കുകയായിരുന്നു ഉണ്ടായതെന്നും താരം തുറന്ന് സമ്മതിച്ചിരുന്നു. പണം സാമ്പത്തികമായോ പബ്ലിസിറ്റി നേടുകയോ ആയിരുന്നില്ല തന്റെ ലക്ഷ്യമെന്നും ആരാധകരുടെ പിന്തുണയാൽ തന്നെ മികച്ച രീതിയിൽ വരുമാനം കണ്ടെത്തുവാൻ തനിക്ക് സാധിക്കുന്നുണ്ടെന്നും ഹൻസിക വ്യക്തമാക്കുന്നുണ്ട്. അമൽ നീർദ് ഒരുക്കുന്ന ബാച്ചിലർ പാർട്ടി 2 മലയാളത്തിൽ നായികയായി അരങ്ങേറ്റം കുറിക്കുവാൻ ഒരുങ്ങുകയാണ് ഹൻസിക ഇപ്പോൾ. ചിത്രത്തിൽ നസ്ലിന്റെ ജോഡിയായിട്ടാകും ഹൻസിക എത്തുക. നേരത്തെ സഹോദരി അഹാന കൃഷ്ണ അഭിനയിച്ച ലൂക്ക എന്ന ചിത്രത്തിൽ അഹാനയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ചുകൊണ്ട് ഹൻസിക ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയിരുന്നു. അതേസമയം സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയാണ് കൃഷ്ണകുമാറും കുടുംബവും. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിലൂടെ ഇവരെല്ലാവരും പലപ്പോഴായി ചർച്ചാ വിഷയം ആകാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഹൻസിക കൃഷ്ണയുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ, ദിയ കൃഷ്ണ നടത്തിയ പരാമർശങ്ങൾ എന്നിവയാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. അടുത്ത കാലത്തായി ഇവർക്കുള്ള നെഗറ്റീവ് കമന്റുകളും കുത്തനെ കൂടുകയുണ്ടായി. പ്രത്യേകിച്ചും ദിയയ്ക്ക്. ദിയയുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് കുറയുകയും ചെയ്തിരുന്നു. നെഗറ്റീവ് കമന്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ദിയയുടെ വ്ലോഗുകളുടെ കമന്റ് ബോക്സ്. ഇപ്പോൾ KK കുടുംബത്തെ കുറിച്ച് മറ്റൊരു ചോദ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. സിന്ധു കൃഷ്ണയുടെ അമ്മയെ കഴിഞ്ഞ കുറച്ച് നാളുകളായി വ്ലോഗുകളിൽ ഒന്നും കാണാനില്ല. ഇത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. അമ്മ എവിടെ എന്ന് ചോദിച്ച് നിരവധി കമന്റുകളും വരുന്നുണ്ട്. അമ്മൂമ്മ സൗന്ദര്യ പിണക്കത്തിലാണെന്ന് അഹാന ഒരു വ്ലോഗിൽ നേരത്തെ പറഞ്ഞിരുന്നു. അതായിരിക്കാൻ കാരണമെന്നാണ് കമന്റുകൾ ഏറെയും വരുന്നത്. എന്നാൽ പെട്ടെന്ന് ഇങ്ങനെയുള്ള കമന്റുകൾ വരുമ്പോൾ ചോദ്യങ്ങളും ഉണ്ട്. സിന്ധു കൃഷ്ണയുടെ അമ്മ വ്ലോഗുകളിൽ സ്ഥിര സാന്നിധ്യം ആകാറില്ല. കുറച്ച് ദിവസങ്ങൾ കണ്ടില്ലെങ്കിലും സ്ഥിരം വ്യൂവേഴ്സിന് ഇത് ചൂണ്ടിക്കാണിക്കാനിടയില്ല. വ്യൂവർഷിപ്പ് കൂട്ടാനുള്ള മാർഗമാണോ എന്ന ചോദ്യവും വരാൻ ഇടയുണ്ട്. കാരണം അടുത്ത കാലത്തായി സിന്ധു കൃഷ്ണയുടെയും ദിയ കൃഷ്ണയുടെയും വ്ലോഗുകൾക്ക് മുൻപത്തെ പോലെ കാഴ്ചക്കാർ ഉണ്ടാകാറില്ല. വിവാദത്തിന് ഇവരുടെ ജനപ്രീതിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അതേസമയം ഭർത്താവ് മരിച്ച് അധികം നാളാകാത്തതിനാൽ സിന്ധു കൃഷ്ണയുടെ അമ്മ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുക ആകും എന്നാണ് ചിലർ പറയുന്നത്. പൊതുവെ മറ്റ് യൂട്യൂബേഴ്സിനെ പോലെ വിവാദങ്ങൾക്ക് വേണ്ടി ഇവർക്ക് കാത്തു നിൽക്കേണ്ട കാര്യമില്ല. തനിയെ വിവാദങ്ങൾ തേടി വരുന്ന സാഹചര്യമാണ് ഉള്ളത്. സബ്സ്ക്രിപ്ഷൻ വീഡിയോ വിവാദത്തിൽ മാപ്പ് പറഞ്ഞിട്ടും ഹൻസിക കൃഷ്ണയെ വിടാതെ വിമർശകർ വിമർശിക്കുന്നുണ്ട്. ഇത്തരമൊരു വീഡിയോ പങ്കുവച്ചത് തന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണെന്നും ഹൻസിക പറഞ്ഞിരുന്നു. ഭർത്താവിന്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്ന ദിയ കൃഷ്ണയ്ക്കും ഇതുപോലെ തന്നെ എതിർപ്പുകൾ വന്നിരുന്നു. ഞാൻ അശ്വിന്റെ അമ്മയെ ആന്റി എന്ന് വിളിക്കുന്നതിൽ ആന്റിക്ക് ഒരു കുഴപ്പവുമില്ല. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ സിന്ധു കൃഷ്ണയുണ്ട്. അവരെ അല്ലാതെ വഴിയിൽ നിൽക്കുന്നവരെ ഒന്നും എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ലെന്നും ഒരിക്കൽ ദിയ കൃഷ്ണ പറഞ്ഞിരുന്നു. എന്റെ അച്ഛൻ കൃഷ്ണകുമാറും അമ്മ സിന്ധു കൃഷ്ണയുമാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി. അശ്വിൻ ഒരിക്കലും എൻ്റെ അമ്മയെയും അച്ഛനെയും അങ്ങനെ വിളിക്കാറില്ല. ആന്റി, അങ്കിൾ എന്നാണ് വിളിക്കാറ്. അല്ലാതെ വിളിച്ചാൽ തനിക്ക് പ്രാന്താണോ എന്ന് ഞാൻ ചോദിക്കുമെന്നും ദിയ പറഞ്ഞിട്ടുണ്ട്. അശ്വിൻ അങ്ങനെ വിളിക്കുന്നതിനെ കുറിച്ച് ഇന്നേ വരെ ആരും ചിന്തിച്ചിട്ടില്ല. നാളെ ഓമി കല്യാണം കഴിച്ച് ഭാര്യയുടെ അമ്മയെ അമ്മയെന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആകുമെന്നും ദിയ പറഞ്ഞിരുന്നു. എനിക്ക് അവൻ എന്നെ മാത്രം അമ്മയെന്ന് വിളിച്ചാൽ മതിയെന്നും ദിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ മാപ്പ് പറയാൻ ദിയ കൃഷ്ണ ഇതുവരെയും തയ്യാറായിട്ടില്ല. പകരം വിമർശകരുമായി തർക്കിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിലും വലിയ തിരിച്ചടികൾ താരങ്ങൾക്ക് നേരിടുന്നുണ്ട്.